അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. റഹീഖുൽ ഖുർആനിന്റെ 15ാമത്തെ ഹദീസ് പാഠത്തിൽ മഹദിയായ പ്രവാചക പത്നിയും നമ്മുടെ ഉമ്മയുമായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസാണുള്ളത്. നോക്കാം. عن أم سلمة رضي الله تعالى عنها قالت ما خرج النبي صلى الله عليه وسلم من بيتي قط إلا رفع طرفه إلى السماء فقال اللهم أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. رواه الإمام أبو داود رحمه الله في سننه. മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും നിവേദനം. അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് പോകുമ്പോഴെല്ലാം ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ അഊദു ബിക, അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു, അൻ അദില്ല, ഞാൻ വഴി പിഴക്കുന്നതിൽ നിന്നും, ഔ ഉദല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ വഴി പിഴപ്പിക്കുന്നതിൽ നിന്നും, അഥവാ ഞാൻ വഴി പിഴപ്പിക്കപ്പെടുന്നതിൽ നിന്നും, ഔ അസില്ല, അല്ലെങ്കിൽ ഞാൻ വഴി തെറ്റിപ്പോകുന്നതിൽ നിന്നും, ഔ ഉസല്ല, അതല്ലെങ്കിൽ ഞാൻ വഴി തെറ്റിക്കപ്പെടുന്നതിൽ നിന്നും, ഔ അദ്ലിമ, ഞാൻ അക്രമം കാണിക്കുന്നതിൽ നിന്നും, ഔ ഉദ്ലമ, ഞാൻ അക്രമം കാണിക്കപ്പെടുന്നതിൽ നിന്നും, അഥവാ മറ്റുള്ളവർ എന്നെ ആക്രമിക്കുന്നതിൽ നിന്നും, ഔ അജ്ഹല, ഞാൻ അവിവേകം കാണിക്കുന്നതിൽ നിന്നും, ഔ യുജ്ഹല അലയ്യ, അല്ലെങ്കിൽ ഞാൻ അവിവേകം കാണിക്കപ്പെടുന്നതിൽ നിന്നും, മറ്റുള്ള ആളുകൾ എന്റെ മേൽ അവിവേകം പ്രവർത്തിക്കുന്നതിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുന്നു. ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസാണ്. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ തന്റെ ദുഷിച്ച ചിന്തകൾ വഴി താൻ വഴിതെറ്റിപ്പോകുവാനും അതേപോലെ തന്നെ തന്റെ സഹജീവികളാലും മറ്റു പലരാലുമെല്ലാം വഴിതെറ്റിക്കപ്പെടുവാനുമൊക്കെ സാധ്യതകൾ ഏറെയാണ്. സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പല രീതിയിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ നമ്മൾ കടന്നു നീങ്ങേണ്ടി വരും. അങ്ങനെ കടന്നു നീങ്ങുമ്പോൾ നമ്മിൽ നിന്നും മറ്റുള്ള ആളുകളിലേക്ക് അക്രമങ്ങൾ സംഭവിക്കുവാനും മറ്റുള്ള ആളുകളിൽ നിന്നും നമ്മിലേക്കും അക്രമങ്ങൾ സംഭവിക്കുവാനും അവിവേകങ്ങൾ സംഭവിക്കുവാനും ഒക്കെ സാധ്യതകൾ ഏറെയാണ്. അതിൽ നിന്നെല്ലാം പരമാവധി തന്റെ മനസ്സിനെ പിടിച്ചു വെച്ചുകൊണ്ട് ഇസ്ലാമികമായി ജീവിക്കുവാൻ പരിശ്രമിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് നമ്മിൽ നിന്നും എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ള ആളുകൾക്ക് അക്രമമായി മാറാതെ അതിനെ പിടിച്ചു വെക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളിൽ നിന്നും അക്രമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മിലേക്ക് ഏൽക്കാൻ സാധ്യതകളുണ്ട് എങ്കിൽ അതൊക്കെ വളരെ പക്വതയോടെയും വിവേകത്തോടെയും ആ സന്ദർഭങ്ങൾ കൈകാര്യം ചെയ്യുവാനും അവിടെ മറ്റുള്ള ആളുകൾക്ക് മുറിവേൽപ്പിക്കാത്ത വിധം പെരുമാറുവാനും ഒക്കെ വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ്. അതേപോലെ തന്നെ കഴിവിന്റെ പരമാവധി ആ രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവിടെയും നമുക്ക് ഒരുപാട് പരിധികൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ ഉണ്ടാക്കാതിരിക്കുവാനും വിശ്വാസി പരിശ്രമിക്കേണ്ടതുണ്ട്. അതിനായി അവൻ തന്റെ റബ്ബിനോട് ഈ വക കാര്യങ്ങളിൽ നിന്നെല്ലാം കാവൽ തേടുകയും ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാവൽ തേട്ടമാണ് ഈ പ്രാർത്ഥനയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥന നമ്മൾ പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. അല്ലാഹുമ്മ അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ أو أجهل أو يجهل علي. وصلى الله وسلم على نبينا محمد. السلام عليكم ورحمة الله وبركاته.